അമ്മ കുറെ നാളായി നമ്മൾ ടൂർ പോയിട്ട്. നമുക്ക് ഒരു ദിവസം എവിടേക്കെങ്കിലും പോവാം. അപ്പാപ്പനോടോ അമ്മമ്മോടൊക്കെ ചോദിക്കുക അവർക്ക് ഒഴിവുള്ള ദിവസം. എവിടേക്ക് പോവാം? മൂന്നാറിലേക്ക് പോയാലോ? ടൂർ പോകേണ്ട കാര്യം ഞാൻ അമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അമ്മമ്മോട് പറഞ്ഞിട്ടുണ്ട്. അമ്മമ്മോട് ഒരു കാര്യം പറഞ്ഞ അപ്പാപ്പൻ്റെ അടുത്ത് പറയൂ. എന്തുട്ടാ? നമുക്ക് ടൂർ പോയാലോ? അതപ്പാപ്പൻ സമ്മതിക്കോ? അമ്മ പറഞ്ഞ സമ്മതിക്കാം. ഞാൻ പറഞ്ഞോക്കാം. അതെ അപ്പാപ്പനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആള് സമ്മതിച്ചിട്ടുണ്ട്. മൂന്നാർക്കണങ്ങിയ ആള് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാണ്. ഏഞ്ചല് അമ്മമ്മോട് പറഞ്ഞ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ മൂന്നാർ പോവാ. ഹലോ ആ ആടി പറ. ആ അമ്പോ പൊളിച്ച്. അവിടെയൊക്കെ നല്ല തണവാവൂല്ലേ? ആ നന്നായി. ഓക്കെ ഞാൻ പറയാം. അതെ ഇതില് വിളിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും കൂടി ടൂർ പോവാൻ മൂന്നാറിലേക്ക്. മൂന്നാർക്ക് പതിനെട്ടാണ് വെയിറ്റ് കൂടിയ പോരാ. എല്ലാരോടും പറയുന്നത്. അല്ല എനിക്ക് ടൂർ പോയി ഇഷ്ടട്ടോ. എവിടേക്ക് ഞാൻ റെഡിയാ. പറഞ്ഞു ആന്റിമാരൊക്കെ 70 വയസ്സ് കഴിഞ്ഞവരാ. അവിടെ ചെന്നിട്ട് ചെടി ഞങ്ങൾ പൊക്കോളാം. കാണാൻ സ്ഥലം പറയുന്നത് വേറെ സമയം നിങ്ങളെല്ലാരും കൂടി ആലോചിക്കുക. എന്നോട് വിളിപ്പിന്നായിരുന്നേ. അപ്പോ ഒരു മൂന്നാർക്ക് ടൂറ് പോകുന്നുണ്ട്. എങ്ങനെയാ മനസ്സിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ഞാനാ അപ്പച്ചുണ്ടെങ്കിൽ ഞാൻ വരാം. അപ്പച്ചൻ വരോ? അതിനെ അപ്പച്ചൻ വരോ? എനിക്കറിയില്ല. അപ്പച്ചൻ വരില്ലെങ്കിൽ വരാം. നമുക്ക് തന്നെ യാത്ര സുഖം ഉണ്ടപ്പോ? അത്ര വലിയ സുഖമൊന്നും ഇല്ല. ചോദിച്ചോക്കൊന്നും മാത്രം. അപ്പച്ചൻ ഉണ്ടെങ്കിൽ പോകും വരുന്നല്ലേ? അത് ഞങ്ങള് പോട്ടെ എന്നാ. നിങ്ങൾ പറഞ്ഞു പൊക്കോ. നിങ്ങൾ വേണമെങ്കിൽ പൊക്കോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. തണുപ്പായ കാരണമുണ്ട്. നിങ്ങൾ നോക്കിക്കോ. അതൊക്കെ നിങ്ങൾ ആലോചിച്ചോ. 2 ദിവസമൊക്കെ ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. 2 ദിവസമൊക്കെ ഉണ്ടോ? അപ്പൊ കുഴപ്പമില്ലല്ലോ. ആലോചിച്ച് ഞാൻ പോകേണ്ട കാര്യം അപ്പച്ചനോട് ചോദിച്ചിട്ട് അപ്പച്ചനുണ്ടെങ്കിൽ വരാം. ഇല്ലെങ്കിൽ ഞാൻ വരും. അപ്പച്ചുണ്ടെങ്കിൽ അമ്മച്ച് വരുമെന്ന് പറയാല്ലേ? ഞങ്ങൾ മാത്രമായിട്ട് പോവാം. അങ്ങനെ പറയാല്ലോ. എന്നാണ് ചേട്ടോ. ശരി. ഇതെന്താ ചെയ്യണ്ട? അവിടെ ഇറക്കാനുള്ളതാ? എവിടേക്കോ നല്ലൊരു സ്ഥലം ഫിക്സ് ചെയ്ത് നമുക്ക് ഇത് നല്ലതല്ലേ? മുടക്കല്ല. എവിടേക്കോ പോവാ? പൂമലക്ക് പോയാലാ? പൂമലക്ക് പോയാ ജൻസീരെ വീട്ടിൽ അവിടെ ജൻസീര അവിടെ കയറും ചെയ്യാൻ വേണമെങ്കിൽ ജൻസീനെ കൊണ്ടുപോകാം. അവിടെ വേണ്ടാരാ? കുറച്ച് ദൂരമുള്ള സ്ഥലങ്ങളിലും ഏതാ നല്ലൊരു സ്ഥലം? നോക്കാം. അവൻ കൂടി ഇല്ലല്ലോ. അവൻ വരുമ്പൊന്ന് പറഞ്ഞോക്കാം. എന്തായാലും എല്ലാവരും ഒരുമിച്ച് കൊണ്ടുവന്നല്ല. എല്ലാവരും ഒരു സന്തോഷമായി. ഹലോ ഏഞ്ചൽ, ഞാൻ അന്നയാ.
ഞാൻ പറഞ്ഞു ടൂറിന്റെ കാര്യം എല്ലാവരുടെ അടുത്തും. അപ്പൊ പറഞ്ഞു മൂന്നാർ ഇപ്പൊ നല്ല തണവൊക്കെ ആവില്ലേ, അപ്പൊ എല്ലാവർക്കും പറ്റില്ലല്ലോ, അപ്പൊ വീട്ടിൽ തന്നെ കൂടിയാലോ എന്ന് ചോദിച്ചു. കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമായിട്ട്. നീ അപ്പൊ അവിടെ എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് വേറെ വല്ല സ്ഥലം നോക്കി നോക്കും. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം, തണവില്ലാത്ത വല്ല സ്ഥലം. അപ്പൊ അങ്ങനെ നോക്കാം, ചോദിച്ചു നോക്കാം അവരുടെ എല്ലാവർക്കും. ശരി, അത് കഴിഞ്ഞിട്ട് ശരി. ഞാൻ പറഞ്ഞതാണ് കായം വാങ്ങിക്കാൻ. തേങ്ങ കൊത്തിടുമ്പോ ഒരു മധുരസാ മധുരസം ഇവിടെ മനുഷ്യന് വേരിഞ്ഞിട്ട് ഇത് പിഴിഞ്ഞ് കട കിട്ടും. ജൂണി ലഭിച്ചെന്റെ കുരുമുളക് ഫ്രീ കിട്ടുന്ന എല്ലാം കൊണ്ട് ഇതിലിടണ്ട. അല്ല ഇത് കായിട്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിട്ട്. അല്ലടാ നമ്മുടെ റോസിലേക്ക് ടൂറ് പോവാൻ എന്താണാവ പറയാറ്. എനിക്കാണ് തനിക്ക് ഇങ്ങനെ പറഞ്ഞതാവും. റോസിലേക്ക് ഒന്നും അങ്ങനെ പോവാൻ താല്പര്യം ഇഷ്ടല്ലേ. എനിക്ക് അല്ലതാ നമ്മള് വന്ന ഒരു വീട്ടില് ഇങ്ങനെ എല്ലാവരും കൂടി കൂടുക, എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നല്ല അത് എവിടേക്ക് പോവാ. എല്ലാവരും നിങ്ങളൊക്കെ ചോദ്യം എന്താ വേണ്ടെന്നുള്ളത്. എവിടേക്ക് വേണ്ടത് അടുത്ത് പറയുന്ന ഇത്തിരി അകലെയുള്ള സ്ഥലം ആൻസി പറയുന്നത് നമ്മുടെ എല്ലാവരും ഉണ്ടാവും. അപ്പൊ ആൻസി പറയുന്നത് ഇത്തിരി അകലെയുള്ള സ്ഥലം ഊട്ടിക്ക് ഊട്ടിയൊക്കെ വാതൊക്കെ ഇല്ലേ കാണാത്തൊക്കെ പറ്റുമോ? എനിക്ക് കൊറേ നേരം വണ്ടിയിലിരുന്ന് കഴിയുമ്പോ കാലുമ നീരാ വരും. അതൊരു പ്രശ്നം എനിക്ക്. അത് റോസിലൊക്കെ ഉണ്ടാവും. അടുത്തുള്ള സ്ഥലമൊക്കെ എപ്പോഴും പോകുന്നല്ലേ. ഒരു ട്രിപ്പായിട്ട് ഒരു ദിവസം താമസിച്ചിട്ടൊക്കെ വരുമ്പോഴേ രസം. ഗോവയ്ക്കും പ്ലാൻ ചെയ്യും. ഗോവയിലാകുമ്പോ വാദത്തിന്റെ പ്രശ്നമില്ല, പിള്ളേർക്കൊക്കെ അടിച്ച് പൊളിക്കാൻ പറ്റും. അത് ബോഗി ബുക്ക് ചെയ്താൽ ഒരു ബോഗി ഫുള്ള് ബുക്ക് ചെയ്ത് നമ്മള് മാത്രം ഫുൾ അടിച്ച് പൊളി സെറ്റപ്പാണ്. പണ്ടൊക്കെ അങ്ങനെ ഒരു ദിവസം അവിടെ പോയി താമസിച്ച് എല്ലാരും കൂടി ഒരുമിച്ച് താമസിച്ച് ഇന്ന് രാത്രി കയറി പിറ്റേ ദിവസം എത്തുന്നു. അവിടെ പോകുമ്പോ കുറെ മതാമാരും ഒക്കെ മാസാവസാനത്തേക്ക് വെക്കരുത്. കാരണം അവസാനം കോളുകളും നമ്മളൊക്കെ ഓഫീസിൽ നിന്നുണ്ടാവും. തുടക്കത്തിൽ വെക്കണെങ്കിൽ തുടക്കത്തിലത്തെ ആഴ്ചയിൽ എന്തെങ്കിലും വെക്കാൻ നോക്കും. ഞാൻ അവിടെ പറഞ്ഞിട്ട് വിളിക്കാം. ഓക്കെ ശരി. മടിച്ചേട്ടനെ വിളിച്ചതേ മൂന്നാർക്ക് പോവാം. മൂന്നാറാ? മൂന്നാറൊന്നും വേണ്ട, അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. പിന്നെ ഇപ്പൊ ഭയങ്കര മഴയല്ലേ, മൂന്നാറ് വേണ്ട. കാട്ടാനൊക്കെ വരും. പിന്നെ എവിടെ പോവാമേ? ഊട്ടിയില് പോയാലോ? ഊട്ടി ഊട്ടിയിലും തണുപ്പല്ലേ? തണുപ്പ് ഭയങ്കര തണുപ്പാണ് അവിടെ. നമ്മൾക്ക് തണുപ്പ് പറ്റില്ലല്ലോ. ശരിയാ. വേറെ സ്ഥലമുണ്ട്, ഇപ്പൊ ടിവിയിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ഇങ്ങനെ തൃശ്ശൂർ പൂരം പോലെ ഇങ്ങനെ ആകാശത്ത് പൊട്ടുന്നുണ്ട്. ഇസ്രായേൽ അവിടെ നല്ല പടക്കമൊക്കെ പൊട്ടുന്ന പോലെ. യുദ്ധമൊന്നല്ല, അതൊക്കെ നിർത്തി. അത് ആദ്യം യുദ്ധമായിരുന്നു, ഇപ്പൊ അവരിങ്ങനെ ഒരു ഭംഗിക്ക് പൊട്ടിക്കുന്നുണ്ട്. അവിടെ സൂപ്പറായിരിക്കും. എന്നിട്ട് നമുക്ക് ഇസ്രായേൽ വഴി വേണമെങ്കിൽ വേളാങ്കണ്ണി ഊട്ടി അങ്ങനെ പോവാം. ഇസ്രായേൽ വേളാങ്കണ്ണി ഊട്ടി അങ്ങനെ പോയാൽ മതിയാ. നമുക്ക് പടക്കം പൊട്ടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമില്ല. അത് കുഴപ്പമില്ല. നമുക്ക് വേറെ എങ്ങനെ പോവാം? നമുക്ക് സ്വിറ്റ്സർലാൻഡിൽ പോവാം. നല്ല സ്ഥലം, നല്ല പ്രകൃതി രമണീയമായ സ്ഥലം സ്വിറ്റ്സർലാൻഡിൽ. പക്ഷെ കാശ് കുറയോ? അതൊരു പ്രശ്നമാണ്. സഞ്ജുക്ക് ഉണ്ടല്ലോ. സഞ്ജു അവിടെ എത്ര പഴമെന്നറിയത്. ഇങ്ങനത്തെ ഈ പഴം കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു 1000 കൊല അവിടെ ഇരിക്കുന്നത്. അത് വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വിറ്റ്സർലാൻഡ് അല്ല എങ്ങോട്ട് വേണമെങ്കിൽ പോവാം. ഭൂമിയുടെ പുറത്തേക്ക് വരെ പോകാൻ പോകാനുള്ള കാശ് കിട്ടും. കാശ് വേണ്ട, പഴം മതി. പഴം വിൽക്കാലോ, അത് മതി.
ആളറിയാണ്ട് വെട്ടിയാ മതി. രാത്രി വെട്ടിയാ മതി. അപ്പൊ കുഴപ്പമില്ല. എന്നാ ഓക്കെ, എന്നാ അങ്ങനെ ചെയ്യാം. അപ്പൊ നമുക്ക് ഊട്ടിയിലെ അല്ല അവരവരുടെ കാശാണ് സ്നേഹത്തിന് പറ്റുള്ളൂ. വല്യമ്മച്ചി പറയണതേ 3-4 രീതി ടൂർ കൊണ്ടുവന്നു. ഞങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. വനത്ത് തണവാവില്ല അവിടെ. ജിറ്റിക്കത് ലീവ് കിട്ടാവോ? ഉണ്ണിയൊക്കെ കൊണ്ട് എങ്ങനെ പോയി തണുത്ത്? ഞങ്ങൾക്ക് കടൽ കാണാൻ പോണത് ഇഷ്ടം. അപ്പൊ വൈകുന്നേരം ആകുമ്പോ വന്ന് വീട്ടിൽ കിടക്കാലോ. ഉണ്ണിക്ക് ഏതാ ഇഷ്ടം? ഉണ്ണിയെ പറഞ്ഞെടുത്തേ. പണ്ടൂട്ടം വരുമോ? ടൂറ് പോക്കൊന്നും നടക്കുന്നൊന്നുമില്ല അമ്മ. എന്താ എല്ലാവരും പല പല സ്ഥലം പറയണം. ഒരാൾ ഗോവ പറയാ, ഒരാള് വേറെ വീട്ടിൽ കൂടാന്ന് പറയാ. എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ടൂറിന്റെ കാര്യത്തിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്താ പറയണത്. ഇതുവരെ ഒന്നും തീരുമാനിക്കില്ല. ഓരോരുത്തരും ഗോവ, മൂന്നാർ, പലരും പല പോലെ പറയണേ. വാട്സപ്പിലൊരു ഇതായിട്ട് എല്ലാവരും അഭിപ്രായം നമുക്ക്. അത് ശരിയുള്ളൂ തോന്നുന്നത്. എന്നാ പിന്നെ ആലോചിക്കാല്ലേ 3 തീരുമാനിക്കാം. അല്ലാണ്ട്
ഇത് എന്തുട്ട് ഉണ്ണിയപ്പം ഉണ്ടാക്കണം ഒക്കെ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടാക്കണം ഒരു നല്ലതൊന്നും ഉണ്ടാക്കിയിടും ചെയ്യേ. നിനക്ക് ചിക്കൻ കരിച്ചിട്ട് അൽഫാമാണ് ഫിൽഫാമാണ് കൊണ്ട് തിന്നാൻ അതിന് കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ ശകലം കരിഞ്ഞതിനിപ്പോ വലിയ കുഴപ്പം. നല്ല ഭംഗിയുണ്ട്. എല്ലാതും കരിഞ്ഞ് ആഫ്രിക്കക്കാരുണ്ടാക്കിയ പോലെ ഒരു ഉണ്ണിയപ്പം ഇരിക്കുന്നുണ്ട്. അതല്ല കരിഞ്ഞിട്ടൊന്നുമല്ല, അതിന്റെ ഉള്ളു വേവണല്ലേ ഉള്ളു. പിന്നെ ടൂറ് പോവാറായിട്ടാ. എവിടേക്ക്? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ മൂന്നാർക്ക് പോണ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ തീരുമാനമായിണ്ട്. ഒരു വട്ടായാലും ഉണ്ണിയപ്പം നോക്കിയിരുന്ന് ചിരിക്കണ്ടല്ലോ. അതല്ലടാ, എന്റെ ഒരു സ്വപ്നം കണ്ടു. അതും ഇതും ഒരുപോലെ ഇരിക്കണ്ട. അതെന്താന്ന് വെച്ചാലേ വല്യപ്പച്ചന്റെ വീട്ടില് എല്ലാവരും ഉണ്ട്. അവരൊന്നും ജോലിക്ക് പോണില്ല. എന്നിട്ട് വല്യപ്പച്ചന്റെ അടുക്കളയില് കയറിയിട്ട് ദോശ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതും കരിഞ്ഞിട്ടായിരിക്കും. അമ്മച്ചിയുടെ സ്വപ്നം കരിഞ്ഞത്, പിന്നെ അമ്മച്ചി ഉണ്ടാക്കണതും കരിഞ്ഞത്. ഇത് എന്തുട്ട് ഈ കരിയായിട്ട് ഇത്ര ബന്ധം അമ്മച്ചിക്ക്? അത് ശരി തന്നെയാ. ഞാൻ പകല് കണ്ട അതൊക്കെ പലിക്കും. അപ്പൊ ഇതും കരിഞ്ഞത്, ദോശയും കരിഞ്ഞു, വല്യപ്പച്ച ഉണ്ടാക്കുന്നതും കരിഞ്ഞു. കടയിൽ പോകാണ്ടിരിക്കാൻ നടക്കുന്ന കാര്യമില്ല. എന്താ സ്വപ്നങ്ങൾ കണ്ടു. ടൂറ് പോകുമ്പോ എന്തൊക്കെ കൈപിടിക്കുന്നതല്ലേ? ബബ്ലുവിനെ കൊണ്ടുവിടാ, മോളുടെ ബേബി ബേബിനെ. നാളെ പോണേ അല്ലേ? നാളെ ടൂർ പോണേ. ഉണ്ണി കൊണ്ടാ? പിന്നെ ആരേക്ക് പോണേ? ചെത്തി കഴിഞ്ഞിട്ട് പറഞ്ഞല്ലോ. പറയേ ആരേക്ക് പോണേ? ടൂറ് പോകുമ്പോ ജീൻസ് ഉണ്ട് നല്ലത്. അപ്പൊ നല്ല സൗകര്യം ഉണ്ടാവും. ജീൻസ് എടുക്കുമ്പോഴേ നടക്കാനൊക്കെ നല്ല സൗകര്യം ഉണ്ടാവും. അമ്മാമ്മയാ? അമ്മാമ്മ ചുരിദാർ ഇടാൻ ഇഷ്ടല്ലടി. ആ എന്നാ സാരി ഇടാം. സാരി ഇങ്ങനെ കുത്താം. അമ്മാമ്മയും വല്യമ്മാമ്മയും സാരി എടുക്കാം. പിന്നെ ഉള്ളവരൊക്കെ ചുരിദാർ ഇട്ടോട്ടെ അല്ലേ? ആ അമ്മാമ്മ ചിലപ്പോ വല്യമ്മാമി സാരി എടുക്കാം. നീ എന്നിട്ടിടാ? അപ്പം അപ്പൊ വണ്ടിയിലിരുന്നിട്ട് ഏത് പാട്ടാ പാടുക? മലക്കൊമ്പിലൊക്കെ പാടി നോക്കട്ടെ. മഴ വന്നേ പാടാം. മഴ വന്നേ മഴ വന്നേ മഹായി മഴ വന്നേ ഒരു മഴ ചെറുമഴ മഴ വന്നേ നല്ലൊരു പുള്ളി കുടയും ചൂടി മഴ. ആ നന്ദി മഹായി മഴ വന്നേ. അന്നെ നിന്റെ അടുത്ത് വെച്ചാ പറഞ്ഞ നീര് നോക്കട്ടെ ഏതൊക്കെ എടുത്തേക്കുണ്ടായിരുന്നു. അപ്പേരെ എന്ത് ഞാൻ എടുത്ത് വെച്ചോളാം. എല്ലാതും വെച്ച് കഴിഞ്ഞാ അല്ലെ ചക്ക കൊണ്ട് വെച്ചതാ. അപ്പൊ നമുക്ക് എവിടെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഒഴിവുള്ള പറമ്പെങ്കിലും എന്തെങ്കിലും വെട്ടിയിട്ട് എല്ലാവർക്കും കൊടുക്കാലോ. ഗ്യാസും കുറ്റിയും ഒരു ചാക്കരിയും എല്ലാതും എടുക്ക്. നമുക്കപ്പോ എല്ലാം കൂടി കയറ്റി കൊണ്ടുപോകാല.
അതിന് സ്ഥലം ഉണ്ടാവും. സ്ഥലം ഉണ്ടാക്കാൻ ഒരു കാര്യം വിളിക്കാം. അങ്ങനെ പോയി ഡ്രസ് മാറാൻ നോക്കി പോണ്ട സമയമായി. അവസാന നേരത്തെ ഇതെല്ലാം കൂടി കൊണ്ടുവന്നിട്ട് അതൊന്നും വെക്കാൻ പറ്റില്ല. ഇപ്പൊ പോവോ എല്ലാം ഉണ്ടാന്ന് നോക്കിയേ. ബ്രഷ് വെച്ചിട്ടുണ്ടോ? 3 പേരും വെച്ചിട്ടുണ്ടോ? പിന്നെ ഇതല്ല മറ്റേ തോർത്ത് വെച്ചിട്ടുണ്ട്. തോർത്തൊന്നും കൊണ്ടുപോണ്ട. അവിടെ തോർത്തുണ്ടാവല്ലോ. മൊബൈൽ ചാർജർ, ഡ്രസ്സുകൾ എല്ലാവരും എടുത്താ? ഉള്ള ഡൈപ്പർ സാധനങ്ങളൊക്കെ എടുത്താ? പാലും കുപ്പി എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ ഒന്നും മറന്നു പോയിട്ടില്ല. ഈ ലിസ്റ്റിൽ അല്ലാതായിട്ടൊന്നുണ്ട്. എന്നുവെച്ചാൽ നീ വേഗത അടച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള പരിപാടി നോക്കിക്കോ. അപ്പൊ ഇപ്പൊ ഇറങ്ങിയാലേ അവരവിടെ വെച്ച് കാണാൻ പറ്റുള്ളൂ. എല്ലാവരും ഒരുമിച്ച് പോവാന്നല്ലേ പറഞ്ഞത്. അടച്ച് നീ ഡ്രസ്സ് മാറാനുള്ള പരിപാടി, അവള് ഡ്രസ്സ് മാറ്റിക്കാനുള്ള പരിപാടി നോക്ക്. നമുക്ക് ഇതും കൊണ്ട് ഇപ്പൊ എവിടേക്കാ? ടോമിന് എന്തിനാ ഇതെന്തിനാ? ഇത് വെക്കാൻ സ്ഥലമില്ല. നമുക്ക് കാറിൽ വെക്കാട്ടോ. പിടിച്ചോ പിടിച്ചോ, നമുക്ക് കാറിൽ തുമ്പ കൊണ്ടുപോട്ടാ. നിങ്ങൾ മാറി കഴിഞ്ഞുട്ടാ. ഞാൻ അതേ പോവാ. എല്ലാം ശരിയായിട്ട് നിൽക്കണം. ഇങ്ങനെ പോണ നേരത്തെ ഓരോന്നും അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്നിട്ട് നിന്നോളൂ. എന്റെ കഴിഞ്ഞു. ഇനി ഞാൻ സമയത്തിനായില്ല എന്നിട്ട് ഉള്ള പ്രശ്നം വേണ്ട. അതെന്താ? അയ്യോ അതെന്തത്? കേരളം സമ്പൂർണ്ണമായ അടച്ചിടലിലേക്ക് പോവുകയാണ്. ഇന്ന് രാത്രി ലോക്ക്ഡൌൺ നിലവിൽ വരുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ഈ മാസം 31 വരെയാണ് സംസ്ഥാനം അടച്ചിടുകയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇതിന്റെ ഭാഗമായി പൊതുഗതാഗതം നിർത്തും, അതിർത്തികൾ അടയ്ക്കും, കർശന പരിശോധനയോടെ സ്വകാര്യ വാഹനങ്ങൾ അനുവദിക്കും. ഹലോ ഹലോ, എന്താടാ സഞ്ജയ? ഒക്കെ മാറി കഴിഞ്ഞാ? എന്തേ? ഓയ് ലോക്ക്ഡൗണാ? അതിന് എന്റെ കഴിഞ്ഞൂട്ടാ. വേഗം എല്ലാവരും നീ വണ്ടി വന്നിട്ട് പിന്നെ മാറാൻ പിടിക്കാൻ. എവിടൊക്കെയാ? എല്ലാവരും ഡ്രസ് തിരിച്ചു മാറിട്ടോ. ലോക്ക്ഡൌൺ ആയ കാരണം ടൂർ ക്യാൻസൽ ചെയ്തു. ഇന്ന് തൊട്ട് സഞ്ജു ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു. ക്യാൻസൽ ആയി. പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പര കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പര കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കിറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കറങ്ങി കറങ്ങി ഞാൻ, പമ്പരം കണക്കിന് കിറങ്ങി കണക്കിന് കടങ്ങി കടങ്ങിന, പമ്പടം കണക്കിന് കടങ്ങി കടങ്ങിന, പമ്പ
വന്ന വഴി മറക്കരുത് മക്കളെ. തലമറന്ന് എണ്ണ തേക്കരുത്. 3 നേരം കഞ്ഞി കുടിച്ച് ജീവിക്കാൻ നോക്ക്.